അസ്സലാമലൈക്കും മക്കളെ, നിങ്ങൾക്കെല്ലാം സുഖാനല്ലേ? ഇന്ന് ഞാനൊരു ഉള്ളിയപ്പത്തിന്റെ റെസിപ്പി ആയിട്ടാണ് വന്ന്. അത് നമുക്ക് കാണാം. അങ്ങനെ ഇതാ ഉള്ളി നേർങ്ങനെ ആയിട്ട് മുറിക്കുന്നുണ്ട്. ഉള്ളിയപ്പത്തിന് നല്ല കട്ടൻ ചായയും ഉള്ളി പൊരിച്ചതും. പക്ഷെ കട്ടൻ ചായ ഞാൻ കുടിക്കില്ല കേട്ടോ, അങ്ങനെ വിചാരിക്കണ്ട. ഞാൻ ചായ നിർത്തി, ഞാൻ ചൂടുവെള്ളം പാലും വെള്ളം, ഓർലീസും ഇല്ല, ഒന്നുമില്ല. അപ്പം നമുക്ക് ചൂടാൻ വേണ്ടിയിട്ട് ഉപ്പ് ഇടുന്നുണ്ട്. ഉപ്പിട്ട് 2 സ്പൂൺ കടലമാവ് ഇടുന്നുണ്ട്. ഒരു 3 സ്പൂൺ ഇടാം. ഗരം മസാലപ്പൊടി, ചിക്കൻ മസാല, 2 സ്പൂണ് പുട്ടുപൊടി, മല്ലിച്ചപ്പ്, പുതിനയില, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ചതക്കിയത്. അങ്ങനെ നന്നായി ഇതൊന്ന് കുഴക്കാം. അങ്ങനെ നമ്മുടെ ഉള്ളിയപ്പം റെഡിയായി മക്കളെ. ഇതാ സോസിൽ മുക്കിയിട്ട് ഞാനൊന്ന് തിന്നു നോക്കട്ട്. അങ്ങനെ നമ്മളെ കുഞ്ഞു മത്തിക്കറി വെക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുപ്പിലാണ്. നല്ല അടിപൊളി ചെറിയ കുഞ്ഞു മത്തി. ഇതിലേക്ക് ഞാൻ ഉള്ളിയും പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ഒന്നിച്ചെണ്ണ ഇടുന്നുണ്ട്. നന്നായി ഒന്നിത് വാടട്ട് വാടി, ഉള്ളി നന്നായി വാടി ഇതിലേക്ക് ഞാൻ 2 തക്കാളി ഇടുന്നുണ്ട്. കറിവേപ്പ് ഇടുന്നുണ്ട്. നന്നായി ഒന്ന് വാടട്ട് ത്തിനനുസരിച്ചിട്ട് ഉപ്പിടാം നമുക്ക്. അങ്ങനെ നന്നായി ഇളക്കിയിട്ട് ഇത് വാടാൻ വെക്കാം. നല്ലോണം വാടിട്ട് തക്കാളി നന്നായി വാടി. പിന്നെ അതിലേക്ക് ഞാൻ മുളക് പൊടി ഇടുന്നുണ്ട്. ഒരു 2 സ്പൂണ്, വലിയ സ്പൂണിന് മുളക് പൊടി ഇട്ട്, ഒരു സ്പൂണ് മല്ലിപ്പൊടി ഇട്ട്, ഒരു സ്പൂണ് കുരുമുളക് പൊടി, ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. നന്നായി ഒന്നിട്ട് ഇളക്കാം. എല്ലാം മുളകിൻ്റെ പൊടിൻ്റെ മല്ലിപ്പൊടിൻ്റെ എല്ലാം കുരുമുളകിൻ്റെ എല്ലാം മണം, ഒരു പച്ച മണം പോക്കും. ഇതിലേക്ക് ഞാൻ ഓട്ടുപൊടി വെള്ളത്തിലിട്ട് വെച്ച് ഞാൻ ഒഴിക്കുന്നുണ്ട്. നന്നായി ഒന്നിത് ഇളക്കാം. നല്ല രസമുണ്ടാവും കുഞ്ഞു മത്തിയായതുകൊണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂട്ടാം. നമുക്ക് ഇത് തിളച്ച് വേവിട്ട് അടച്ച് വെക്കാം. കറിയെല്ലാം തിളച്ച് വറ്റി അതിലേക്ക് ഞാനിതാ കുഞ്ഞു മത്തി, കാണാൻ എന്തൊരു പാങ്ങ്, കുഞ്ഞു മത്തി ഇടുന്നുണ്ട്. കുഞ്ഞു മത്തി ഇടുന്നുണ്ട്. നല്ല കുരുമുളകെല്ലാം വറ്റിച്ച് വെച്ച മത്തി. ഒന്ന് തിളക്കട്ട്. തിളച്ചതിന് ശേഷം നമുക്ക് ഉലുവ ഇടാം. കരിയാമ്പ് ഉലുവ. ഇതിലേക്ക് ഞാൻ ഉലുവ ഇടുന്നുണ്ട്. മത്തിക്കറിയിലേക്ക് നല്ല കുഞ്ഞി മത്തിക്കറി. അതിലേക്ക് കറിവേപ്പിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു. നല്ല മണം കിട്ടും. അപ്പോൾ മൂടി വെക്കണം. കറി റെഡിയായിട്ട് ഓഫാക്കലായി.
പത്തിരി ഞാൻ ചുടുന്നുണ്ട്. ഒരു ഭാഗത്ത് കറി അടുപ്പത്തുണ്ട്. പത്തിൽ ഒരു ഭാഗത്ത് ചുടുന്നുണ്ട്. കറി തിളക്കണം. അത്ര പത്തില് നന്നായി പൊന്തുന്നുണ്ട്. അങ്ങനെ നമ്മളെ പത്തിരി ചുട്ടിട്ടായി. കറി അടുപ്പത്തുണ്ട്. നമ്മ നല്ല കുഞ്ഞു മത്തി മുളകിട്ട് വെച്ചത്, നല്ല ചൂടില്ല പത്തിരി. ചൂടിൻ്റെ പത്തിരി, നല്ല കുഞ്ഞു മത്തിക്കറി. തിന്ന് നോക്കട്ടെ മക്കളെ. ആ സൂപ്പർ. കുഞ്ഞു വീഡിയോ എൻ്റെ കാണുന്ന മക്കളെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ഇടണം, കമൻറ്റ് ഇടണം. പുതിയ ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മക്കളെ. നിങ്ങൾ വീഡിയോ കാണുന്നതോറും നിങ്ങൾ ലൈക്ക് ഇടാൻ മറക്കരുത്. എല്ലാവരും ലൈക്ക് ഇടണം. വീണ്ടും ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് നാളെ വരാം. അസ്സലാമു അലൈക്കും.